എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് സർക്കിളിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫോർമുലയൊക്കെ പറഞ്ഞിരുന്നു. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. റേഡിയസ് ആർ ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇത് വെച്ചുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണ്. ഇൻ ദി പിക്ചർ ഗിവൺ ബിലോ, സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ ദി വെർട്ടീസ് ഓഫ് എ സ്ക്വയർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ. ഈ ഒരു സ്ക്വയറിന്റെ 4 കോർണേഴ്സിലും കൂടി കടന്നു പോകുന്ന ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ വൺ സൈഡ് 3 സെന്റിമീറ്റർ ആണെന്നറിയാം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ എന്നാണ്. അപ്പോൾ സർക്കിളിന്റെ ഏരിയ ആണ് എന്ത് വേണം? സർക്കിളിന്റെ റേഡിയസ് വേണം, അല്ലെങ്കിൽ ഡയമീറ്റർ കിട്ടിയിട്ട് ഡയമീറ്ററിന്റെ ഹാഫാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഡയമീറ്റർ. സർക്കിളിന്റെ ഡയമീറ്റർ സ്ക്വയറിന്റെ ഡയഗണലായിട്ട് വരും. അപ്പോൾ വൺ സൈഡ് 3 ആണ്. അപ്പോൾ ഇതും 3 ആണല്ലോ. സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇത് 3, ഇത് 3. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാ? 9. അപ്പോൾ 9 പ്ലസ് 9. 9 പ്ലസ് 9 നമുക്ക് 2 × 9 എഴുതാം, അല്ലെങ്കിൽ 9 × 2, അല്ലെങ്കിൽ 18 എഴുതിയിട്ട് 9 × 2 എന്ന് എഴുതിയാലും മതി. അപ്പോൾ 9 × 2 ആണ് 18, അല്ലെങ്കിൽ 9 പ്ലസ് 9. അപ്പോൾ റൂട്ട് ഓഫ് 9 × 2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. റൂട്ട് ഓഫ് 2 റൂട്ട് ഓഫ് 2. അപ്പോൾ 3√2 ആണ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഡയമീറ്റർ 3√2 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്. അപ്പോൾ 3√2/2 ആണ് റേഡിയസ്. 3√2/2. അപ്പോൾ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ആണ്. ഏരിയ ഈക്വൽ എന്താ ഫോർമുല? ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ് 3√2/2. അപ്പോൾ 3√2/2 ദി ഹോൾ സ്ക്വയർ. അതിന്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ എടുക്കണം. അപ്പോൾ പൈ ഇൻറ്റു 3യുടെ സ്ക്വയർ എടുക്കണം, √2ന്റെ സ്ക്വയർ എടുക്കണം, 2ന്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ 3യുടെ സ്ക്വയർ 9 ആണ്, √2ന്റെ സ്ക്വയർ √x-ന്റെ സ്ക്വയർ x, അപ്പോൾ √2ന്റെ സ്ക്വയർ 2, 2ന്റെ സ്ക്വയർ 4. അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ പൈ ഇൻറ്റു 9 × 2/4. 2 4 ഒന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 9 × 2 9/2 എന്ന് വരും. 9/2 എന്ന് പറഞ്ഞാൽ 4.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സർക്കിളിന്റെ ഏരിയ. അപ്പോൾ ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 4.5 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? വേറൊരു ചോദ്യം. ഒരു റെക്ടാംഗിൾ ആണ് വരച്ചിരിക്കുന്നത്. എ റെക്ടാംഗിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ. ഇവിടെ റെക്ടാംഗിളിന്റെ ലെങ്ത് 4 ആണ്, ബ്രെഡ്ത്ത് 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെയും അവിടെ ചെയ്തതുപോലെ ഡയഗണൽ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഡയമീറ്റർ ഓഫ് സർക്കിൾ ഇവിടെ ചെയ്ത പോലെ ബേസ് 4, ഓൾട്ടിറ്റ്യൂഡ് 2, അപ്പോൾ ഹൈപ്പോട്യൂസ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഡി. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 16 പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ റൂട്ട് ഓഫ് 16 + 4 വരും. 16 + 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 20 എന്ന് പറയുന്നത് നമുക്ക് 4 × 5 ആ 20. അപ്പോൾ 4 × 5 എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് 4 × √5. റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. റൂട്ട് ഓഫ് 5 അപ്പോൾ 2√5 ആണ് ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ത് വരും? ഡയമീറ്ററിന്റെ ഹാഫ്. അപ്പോൾ 2√5യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2 × 2 ക്യാൻസൽ ആയി പോകും. √5 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് √5 ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് √5. അപ്പോൾ √5ന്റെ സ്ക്വയർ. അപ്പോൾ √5ന്റെ സ്ക്വയർ എത്രയാണ്? √x-ന്റെ സ്ക്വയർ x. അപ്പോൾ √5ന്റെ സ്ക്വയർ 5. അപ്പോൾ 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടുത്തെ ഈ സർക്കിളിന്റെ ഏരിയ 4.5 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഇൻ ദി ഫിഗർ ഓൾ സ്മോൾ സ്ക്വയേഴ്സ് ആർ ഓഫ് സെയിം സൈസ് തന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്വയർ കണ്ടോ, ഇതൊരു ചെറിയ സ്മോൾ സ്ക്വയർ ആണ്, ഇത് സ്മോൾ സ്ക്വയർ ആണ്, ഇതും ഒരു ചെറിയ സ്ക്വയർ. ഈ 5 സ്ക്വയേഴ്സ് ഒരേ സൈസിലുള്ള സ്ക്വയേഴ്സ് ആണ്. ഓൾ ദീസ് സ്മോൾ സ്ക്വയേഴ്സ് ആർ ഓഫ് സെയിം സൈസ്. പ്രൂവ് ദാറ്റ് ദി ഏരിയ ഓഫ് ദി ലാർജ് സർക്കിൾ ഈസ് large circle എന്ന് പറയുന്നത് area of the large circle is equal to sum of the areas of these four small circles.
ഈ 4 സർക്കിളിന്റെ ഏരിയയുടെ സമ്മാണ് ഈ വലിയ സർക്കിളിന്റെ ഏരിയ. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്ക്വയറിന്റെ നാല് സ്ക്വയർ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ വലിയ സ്ക്വയർ. അപ്പൊ നോക്കുക, ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ് ഞാൻ R എന്ന് എടുക്കാന്ന് വിചാരിക്കുക. ലെറ്റ് റേഡിയസ് ഓഫ് ദി സ്മോൾ സർക്കിൾസ് ബി R. അപ്പൊ ഇത് R ആണ്, ഇത് R ആണ്. അപ്പൊ വൺ സൈഡ് ഓഫ് ദി സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2R വന്നു. അപ്പൊ വൺ സൈഡ് ഓഫ് ദി സ്മോൾ സ്ക്വയർ 2R. അപ്പൊ ഇത് 2R ആണ്. അപ്പൊ റേഡിയസ് ഓഫ് ദി ലാർജ് സർക്കിൾ ഈസ് 2R. റേഡിയസ് ഓഫ് ദി ലാർജ് സർക്കിൾ ഈസ് 2R. റേഡിയസ് ഓഫ് ദി സ്മോൾ സർക്കിൾ സ്മോൾ r ആവുമ്പോൾ റേഡിയസ് ഓഫ് ദി ലാർജ് സർക്കിൾ 2R. ഇനി എന്ത് ചെയ്യണം? ഏരിയ ഓഫ് വൺ സ്മോൾ സർക്കിൾ. ഏരിയ ഓഫ് വൺ സ്മോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ R റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. R റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഏരിയ πr². അപ്പൊ πr² ആണ് ഇതിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ 4 സർക്കിളിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് 4 സ്മോൾ സർക്കിൾസ് 4πr². അപ്പൊ ഈ 4 സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ഇനി നമുക്ക് വലിയ സർക്കിളിന്റെ ഏരിയ ഇട്ട് പോകാം. വലിയ സർക്കിളിന്റെ റേഡിയസ് 2R. അപ്പൊ ഏരിയ എന്ത് വരും? πr² എന്നാണ് ഫോർമുല. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് എത്രയാണ്? 2R ആണ്. അപ്പൊ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ ഈസ് π ഇൻറ്റു 2R ദി ഹോൾ സ്ക്വയർ. പൈ ഇൻറ്റു സ്ക്വയർ ഓഫ് ദി റേഡിയസ് ആണ് ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2R ആണ്. അപ്പൊ 2R ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 2 ന്റെ സ്ക്വയർ 4, R ന്റെ സ്ക്വയർ R², 4R² ഇൻറ്റു 5 അല്ലെങ്കിൽ 4πr². കണ്ടോ, രണ്ടും സെയിം അല്ലേ നോക്കിയേ. ഇതും 4πr², ഇതും 4πr². അതായത് ഏരിയ ഓഫ് ദി ലാർജ് സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി 4 ഇൻറ്റു ഏരിയ ഓഫ് ദി സ്മോൾ സർക്കിൾ. അതായത് 4 സ്മോൾ സർക്കിൾസിന്റെ ഏരിയ കൂടുന്നത് ഈ വലിയ സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.